ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ബാക്കി ദ്വാരപാലകന്മാരുടെ സ്വർണവും പോയി, അയ്യപ്പന്റെ രുദ്രാക്ഷമാലയും പോയി, അയ്യപ്പ സ്വാമിയുടെ ദണ്ടും പോയി. ദണ്ടും രുദ്രാക്ഷമാലയും, യോഗദണ്ഡും രുദ്രാക്ഷമാലയും അണിഞ്ഞുകൊണ്ടാണ് അയ്യപ്പൻ ഭജനയിരിക്കാൻ. ആ രണ്ട് സാധനം സ്വർണം പൂശാനെന്ന് പറഞ്ഞ് അതുകൊണ്ട്. ഇത് കഴിഞ്ഞ് 4-ാം ദിവസം വേറൊരു സംഗമം നടന്നു. അത് സംഘപരിവാറിന്റെ സംഗമം. അത് ഉദ്ഘാടനം ചെയ്ത ഒരു സ്വാമിയല്ല, ഒരു ആസാമി. അയാൾ പ്രസംഗിച്ച എന്താ അറിയോ? വാവര് കൊള്ളക്കാരനാണ്, വാവര് തീവ്രവാദിയാണ്. അപ്പോൾ തന്നെ അയ്യപ്പ ചരിതത്തിലെ പ്രധാന ഭാഗം പോയി. വാവരും അയ്യപ്പനും സുഹൃത്തുക്കളായിട്ടാണ് അയ്യപ്പ ചരിതത്തിൽ പറയുന്നത്. സംഭവം വാവര് കൊള്ള ചെയ്യാൻ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. പക്ഷെ തന്റെ വിശ്വരൂപം കാണിച്ച് അയ്യപ്പൻ വാവരുടെ മനസ്സ് മാറ്റിയെന്നാണ് അയ്യപ്പ ചരിതത്തിൽ പറഞ്ഞത്. അങ്ങനെയാണ് വാവര് അയ്യപ്പന്റെ തോഴനാണ്, അല്ലാണ്ട് ശിഷ്യനല്ല. കാരണം തന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വാവര് അയ്യപ്പനുമായി ചങ്ങാതിത്വം സ്ഥാപിച്ചത്. ഇപ്പോൾ എരുവേലി വാവര് പള്ളിയിൽ നിന്ന് പേട്ട തുള്ളിയിട്ട് പോകുമ്പോ കൂടെ വാവരും പോകുന്ന സങ്കല്പം. ഇതൊക്കെ ചരിത്രമാണ്. ഇതൊക്കെ വിശ്വസിക്കുക, വർഷങ്ങളായിട്ട് വിശ്വസിക്കുകയാണ്. അതൊരു പിണറായി വിചാരിച്ചാൽ മാറ്റാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള വാവനെ കൊള്ളക്കാരനായി ചിത്രീകരിക്കാൻ സംഘപരിവാറിന് ഒരവസരം ഉണ്ടാക്കാൻ ഈ പിണറായിന്റെ സംഗമം കൊണ്ട് നടന്നു.